ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ നൂനുഞ്ച് വില്ലേജിലാണ് കേട്ടോ. ഇതൊരു ഗാർഡനാണ്. ഏകദേശം 600ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാർഡനാണ് കേട്ടോ. അതായത് നമ്മുടെ ടോപ്പ് 10 ഗാർഡനിലൊന്നാണ് ഈ നൂനുഞ്ച് വില്ലേജ് എന്ന് പറഞ്ഞ ഗാർഡൻ. അപ്പോൾ നമുക്ക് തായ്ലൻഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാം നമുക്ക് ഇറങ്ങി കാണാനുള്ളത് കേട്ടോ. ഫ്ലാഗൊക്കെയാണ്, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. തായ് ഫ്ലാഗ് കുറേ രാജ്യങ്ങളുടെ ഫ്ലാഗുണ്ട്. ഇന്ത്യയുണ്ട്, ജപ്പാനുണ്ട്, അങ്ങനെ കുറേ രാജ്യങ്ങളുടെ ഉണ്ട് കേട്ടോ. നമ്മൾ മെയിൻ എൻട്രൻസിൽ വന്നപ്പോൾ തന്നെ ഒരു ഗ്ലോബ് പോലുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഭയങ്കര അട്രാക്റ്റീവാണ്. അതിനകത്ത് കുറേ ഫിഷൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. എപ്പോഴാണെങ്കിൽ എന്താ പറയുക, ഒരു ജുറാസിക് പാർക്കിലൊരു ഐറ്റം സംഭവം ഇപ്പം ഇങ്ങനെ വരും കേട്ടോ. ഇതാവുന്നു കണ്ടോ, ഒരു പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ. ഇത് പൊളിയാണ് കേട്ടോ. റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ ഒരു ക്യാപ്പൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇതും വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അടിപൊളിയാണ് കേട്ടോ ഈ ഗാർഡൻ കാണാൻ വേണ്ടി. ഏകദേശം എലിഫൻറ്റ് ഷോയ്ക്ക് ഉണ്ടല്ലേ. ഏകദേശം 600ഓളം ഏക്കറിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഗാർഡൻ വിസിറ്റ് ചെയ്യണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ എടുക്കാം കേട്ടോ. ഓൺലൈൻ വഴിയാണെങ്കിൽ അഗോഡ, പിന്നെ ക്ലോക്ക്, അങ്ങനെ കുറേ ഓൺലൈൻ സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാം. ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതിനകത്ത് നമുക്ക് ഏതൊക്കെയാണ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നതെന്നൊക്കെ ഉള്ളത് ശ്രദ്ധിക്കുക. ലഞ്ചൊക്കെ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റ് നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ലവ് കാണണമെങ്കിൽ കണ്ടോളൂ. ലവ് കേട്ടോ. അതിൽ എന്തോ ചെടിയാണ് നട്ടിട്ടുള്ളത് കേട്ടോ. ലീഫ്, നല്ല ലീഫ് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ഇതെന്താ സംഭവം? കൊള്ളാമല്ലോ, സംഭവം പൊളിയാണല്ലോ. ഇതൊരു കൂജ പോലത്തെ ഒരു സംഭവം കേട്ടോ. അതിനകത്തുണ്ടോ വെള്ളം തോന്നുന്നു, പുകയൊക്കെ കൂടി വന്നിട്ട് ഒരു അടിപൊളിയാട്ടോ ഇത്. ഇവിടെ അങ്ങനെ ഈ ലവൊക്കെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. എല്ലാം ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ ഇതിനകത്തിരിക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ കണ്ണിന് കുളിർമയേക്കുന്ന അടിപൊളി സംഭവങ്ങളാണ്. പിന്നെ ഇതിനകം മൊത്തം ഒരു എന്താ പറയുക, ഒരു പുകമയം തന്നെ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ കൂജ പോലത്തെ സംഭവമൊക്കെ ഇല്ലേ, അതിൽ നിന്ന് എന്താ പറയുക, മൊത്തം ഇങ്ങനെ പുകയൊക്കെ പോയി വെറൈറ്റിയാണ്. എന്നാ രസമെന്ന് നോക്കി, പുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വെള്ളം അതിൽ കൂടി ഇങ്ങനെ തുള്ളിയായിട്ട് വരുന്നുണ്ടോ. എല്ലാം അവർ സെറ്റാക്കി ആണ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒറിജിനാലിറ്റി കേട്ടോ. ഏതോ ആൾക്കാരുടെ രൂപങ്ങളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഡൈനോസർ ഐറ്റം വരെ അതിനകത്തുണ്ട് കേട്ടോ. നൂനുഞ്ച് വില്ലേജിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇത് ബൊഫേ സിസ്റ്റമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കഴിച്ചാൽ തീരത്തില്ല, അമ്മക്ക് ഐറ്റംസ് ഇവിടെ ഉള്ളല്ലേ. ഫിഷ്, ഫുഡ്, സലാഡ് ഐറ്റംസ്. ഞാൻ സലാഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ സലാഡൊക്കെ ഇനി വേണം എടുക്കാൻ. ഞാനിപ്പം ബിരിയാണി പോലത്തെ റൈസ് എടുത്തു, പിന്നെ ചപ്പാത്തിയുടെ റൈസ് ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കനുണ്ട്, പിന്നെ ഇത് ഫിഷാണ് കേട്ടോ. ഫിഷിൻ്റെ ഒരു ഐറ്റം, പിന്നെ എഗ്ഗ് വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ്, സൂപ്പ്, ഇതൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇനി വേണം എടുത്ത് പരീക്ഷിക്കാൻ. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഒക്കെ ഇവിടെ എത്തിയായിരുന്നു കേട്ടോ. നമ്മുടെ ഗൈഡാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ ഫ്ലാഗൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി കുറേശ്ശെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു 3:30 ഇവിടെ ഒരു ഷോ ഉണ്ട്, എലിഫൻറ്റ് ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ കയറണം കേട്ടോ. ഇതൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഡൈനോസറൊക്കെയാണോ? ഇതേ കളറിലൊക്കെയാണോ അതൊക്കെ ഉണ്ടായിരുന്നേ? കൊള്ളാലോ സംഭവം. പോളി ഐറ്റംസ് കേട്ടോ. എല്ലാം ഇതൊക്കെ സ്റ്റാച്യൂല് ചെയ്തിരിക്കുന്നതാണ്. അഭിപ്രായങ്ങൾ കാണിച്ചോളൂ. ഏയ്
ഇവിടെ വന്നപ്പോഴത്തേക്ക് ആനയുണ്ടോ, ആന സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ആക്ഷൻ 360യുടെ ക്യാമറയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ പുള്ളിക്കാരൻ്റെ കയ്യിൽ. ആന സവാരി ഉണ്ട്. 1, 2, 3. അവർക്ക് പ്രത്യേക യൂണിഫോം ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ ഇവിടെയും ബാറ്ററി വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആനയ്ക്ക് ചങ്ങലയൊന്നും ഇല്ല കേട്ടോ, ഒള്ളി കയർ മാത്രമേ ഉള്ളൂ. ഇതെന്തോ ബിഗ് സി ഷോപ്പാണ്. നമ്മൾ ഗാർഡൻ കാണാൻ വന്നിട്ട് ഇപ്പം ഷോപ്പിനകത്തോട്ട് കയറി. എന്തായാലും കൊള്ളാം കേട്ടോ. ഇതിനകത്തോട്ട് കയറി അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് പർച്ചേസിങ് എന്തായാലും നടക്കും. ഐഡിയ കൊള്ളാം കേട്ടോ. നമ്മൾ എലിഫൻറ്റ് ഷോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഉണ്ട്. നമ്മുടെ ടിക്കറ്റ് ഉണ്ടോ? ഈ ടിക്കറ്റ് ഇവിടെ കാണിക്കണം. അതിൻ്റെ ഒരു പീസ് അവർ കീറിയെടുത്തു കേട്ടോ. F01ൻ്റെ ഒരു പീസ് അവർ കീറിയെടുത്തു. ഇനി ഇവിടെ നിന്ന് നേരെ ഷോയ്ക്ക് പോകാം. കൾച്ചറൽ ഷോയുടെ ഡീറ്റെയിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാച്യൂസൊക്കെ, അവരുടെ ഡ്രസ്സ്, ട്രഡീഷണൽ ഡ്രസ്സസ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എലിഫൻറ്റ് ഷോ ആണ് കേട്ടോ. ഇത് പൊളി സംഭവം. എലിഫൻ്റ് എന്താ പറയുക, പടം വരയ്ക്കുകയാണ് കേട്ടോ. അവരൊരു പടം, ഒരു ഡ്രോയിങ്, ഒരു ഡ്രസ്സാണ് കേട്ടോ, ഷർട്ടാണ്. ഷർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് തുമ്പിക്കൈ ഉണ്ട്, പെയിൻ്റൊക്കെ വെച്ചിട്ട് ഒരു മരത്തിൻ്റെ പടമൊക്കെ അത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. പൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് ഷോ കാണുന്നതിന് സെപ്പറേറ്റ് നമ്മൾ പേയ്മെൻ്റ് ഒന്നുമില്ല. നമുക്ക് എന്താ പറയുക, അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഷർട്ട് അവർ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മേടിക്കാം. ആ ഷർട്ട്, എലിഫൻറ്റ് വരച്ച ഷർട്ട് നമുക്ക് മേടിക്കാം. എത്ര 300 ബാത്തോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. കണ്ടോ എലിഫൻറ്റ് കണ്ടോ, ഓരോരുത്തരെ 2 എലിഫൻറ്റും തുമ്പിക്കൈയിൽ ഇരുത്തിയിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ കൊമ്പിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ടൊക്കെ കൊണ്ടുപോകും കേട്ടോ. ഇതിനൊക്കെ നമ്മൾ എത്ര 100 ബാത്തോ അങ്ങനെ എന്തോ ആണ്. ഇത് വന്നിട്ട് ന്യൂനഞ്ച് വില്ലേജിനകത്തുള്ള കൾച്ചറൽ ഷോ ആണ് കേട്ടോ. ഇതൊരു പൊളിയാണ്. ഇത് ആക്ച്വലി എന്താ പറയുക, വെറൈറ്റി ഡാൻസുകളാണ് കേട്ടോ. ഈ പല രാജ്യങ്ങളുടെ എല്ലാം കൂടിയുള്ള ഒരു മിക്സായിട്ട്, ചൈനീസ് മിക്സ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഡാൻസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഡാൻസ് നമുക്ക് അൽക്കോസ്റ്റർ ഷോയിൽ കാണാൻ പറ്റും കേട്ടോ. അതും വേറെ ലെവലാണ്. ന്യൂനഞ്ച് ഗാർഡനകത്തുള്ള എലിഫൻറ്റ് ഷോ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. എലിഫൻറ്റ് ഷോ കണ്ടു, കൾച്ചറൽ ഷോ ഉണ്ട്, എല്ലാം കിടിലോ. എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ എന്നാ രസവും അത് കളിക്കുന്ന ഒരു വല്ലാത്തൊരു ഇത് തന്നെ കേട്ടോ. അതിനത്രയും ട്രെയിനിങ് ആണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ അവിടെ ഉള്ള എലിഫൻറ്റിനെ പോലെ ഒന്നും അല്ലെന്ന് തോന്നുന്നു. എന്തനുസരണേന്ന് അറിയോ ഇതെല്ലാം. എന്നാ പറ്റിയ കാല് പണിയാണോ? അവന് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കാല് ചെറിയൊരു സ്കിഡായി, കാല് ചെറിയൊരു ഫ്രാക്ചറായത്. അങ്ങനെ പാവത്തിന് നടക്കാൻ വയ്യാന്ന്. പിന്നെ തായി ഹോസ്പിറ്റലിൽ കൊണ്ടുതന്നെ ആക്കണം. ഇൻഷുറൻസ് ഉണ്ടല്ലോ, അഡ്മിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞേ പോകത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം, അഡ്മിറ്റ് ആവാം. നമുക്കിവിടെ കയറാം. അങ്ങനെ നമ്മൾ ഈ ഗാർഡൻ മൊത്തം ചുറ്റി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഡ്രാമിൽ നമുക്കിവിടെ ഡൈനോസറിനൊക്കെ കാണാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, പൂർവ്വകാലത്തുണ്ടായിരുന്ന ഡൈനോസർ ഐറ്റം ഒക്കെ കേട്ടോ. അതുകൊണ്ടോ എത്രയാണോ നോക്കി. അല്ല, നമുക്ക് ഡ്രാമിലിരുന്ന് കണ്ടുപോകാനേ ഇന്ന് പറ്റത്തുള്ളൂ എല്ലാം. അടിപൊളി. അതിന് ഇത്രയും വലിയ കൊമ്പൊക്കെ ഉണ്ടോ?
ഇവിടുത്തെ ബസ് എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി AC ബസ് കേട്ടോ. This one on the right hand side, this one hot pulling area. Some groups they do stop here, but our group we will do stop. മണ്ണിൽ ചെയ്തിരിക്കുന്നോ, Now this ക്ലേയിലുള്ളതാണ് one they കേട്ടോ. also have the skywalk. Skywalk also have everywhere around of the garden that you can walking around. Normally the people come here, you can stay for one day, because of many corner very nice that you can do take a photo. ഇത് പോട്രി ഏരിയ ആണ്. ഇത് പോട്രിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം കാണാം കേട്ടോ. The statue of the animal for the both side, and then also they decorate with different color of the stone Ostrich. to be the picture. ഇതെല്ലാം ആക്ച്വലി ഇത് എന്താ പറയുക, സിമെന്റിൽ ക്ലേയിൽ ഉണ്ടാക്കി And then വെച്ചിരിക്കുന്ന you can see ഐറ്റംസ് for the ആണ്. left hand side, the പെയിന്റ് ഒക്കെ ചെയ്ത് this one also അടിപൊളിയായിട്ട് the വെച്ചു. special typical of Thai style, and then you can see Naga and the Devon. ഇത് നമ്മുടെ ജിറാഫാണ് കേട്ടോ. ഇതിപ്പം ജീവനില്ലാത്തതാ. ഇത് ജീവനുള്ളത് നമുക്ക് സഫാരി വേൾഡിൽ പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. This one, and they're telling about the story of the Lord Buddha in the past for the 10 lives of him. On the right hand side, you don't need to go different country. You can come to Thailand, you can come to Nonglut. You can see different of the Buddha from Hong Kong, from China, something like this. ഇത് ബുദ്ധ പ്രതിമയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആക്ച്വലി കണ്ടു പോയാലും പറ്റും. ആമ തമിഴില് നമ്മുടെ ഗൈഡ് ആക്ച്വലി ഒരു They never നല്ല ending to കോമഡിയാണ് കേട്ടോ. പുള്ളിക്കാരി building more പറയുന്നത് and ഇടയ്ക്കിടയ്ക്ക് നല്ല more. So കോമഡീസ് when ഒക്കെ you are പറയും. coming here, you നമ്മുടെ will സാധാരണ ട്രിപ്പ് feel like കൊണ്ടുപോകുന്ന പോലത്തെ a ഗൈഡൊന്നും very പുള്ളിക്കാരി good നല്ല feeling, and then ആക്റ്റീവാണ്, you can നമുക്ക് have a എല്ലാത്തിനും good സപ്പോർട്ടാണ്. photo, many corner of this place. And then over cutting, you can see the tree very nice shape because they have more than 3,000 workers to working around of the garden. ഓ 3000 വർക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് On the കേട്ടോ right കല്ലില് hand side, you can see സ്റ്റോണില് ഫിക്സ് Stonehenge ചെയ്ത് and വെച്ചിരിക്കുന്നതാണ് the കേട്ടോ. Flame സ്റ്റോണില് Garden. ഫ്ലെയിം ഗാർഡൻ. ഇതിന് ഓരോന്നിനും ഓരോ നെയിമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ഫാദറിനെ വലിച്ചോണ്ട് പോണ റെയിൻഡിയർ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. Left hand side is one farm of the world. They have different kind of farm. ഓ ഡൈനോസർ നിൽക്കുന്നുണ്ട്. ഡൈനോസർ. And this one cocoa shell. Now this one cocoa shell also very value one. On the right hand side you can see the pavilion. Pavilion, this one when you go to the north of Thailand, you can see this one on the top of the hill mountain എന്താ view. പറയാ, കല്ലിന്റെ പുറകിൽ ചെമ്മരി Right അടക്കം now we നിൽക്കുക. will go to the area for the plant. You can see on the right hand side this area. Yeah. After we complete that side, we will do stop and you do take a photo on the Dinosaurus area. വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അതിന് വരുന്ന സമയത്ത് എന്തായാലും അത് ഓപ്പൺ ആയിരിക്കും. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഡ്രാം ഇവിടെ കൊണ്ട് കുറച്ച് നേരത്തേക്ക് നമ്മുടെ സ്റ്റോപ്പ് ചെയ്തു. ഈ ഏരിയയൊക്കെ ഒന്ന് കുറച്ച് നടന്ന് കാണാൻ വേണ്ടി കേട്ടോ. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ഡൈനോസറാണ് കേട്ടോ. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഇതിനെയൊക്കെ വല്ലപ്പോഴും ജീവനോടെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് വീഡിയോ എടുക്കണോ കാണണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ മൊത്തത്തിൽ. കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടോ, ഇത് പല സൈസിലൊക്കെ പല കളറിലൊക്കെ അവർ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഓരോന്നിൻ്റെ നഖങ്ങൾ നോക്കി. ഇത് എന്തോ കഴുകൻ്റെ നഖത്തിനേക്കാളുണ്ടല്ലോ. നമുക്ക് ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് മേളിലുള്ള ഏകദേശം 1-2 വർഷത്തേക്ക് മേളിൽ നമുക്ക് ഇൻസ്റ്റയിലും FBയിലും ഇടേണ്ട ഫോട്ടോസ് എടുത്തിട്ട് പോകാൻ പറ്റും കേട്ടോ. അമ്മാതിരി എടുക്കാൻ പറ്റിയ ലൊക്കേഷൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് സമയമാണ് ആവശ്യം. ഇവിടെ നമുക്ക് ആക്ച്വലി വരേണ്ടത് ഒരു മോർണിംഗിന് വരണം. മോർണിംഗിന് വന്നാൽ മാത്രമേ നമുക്ക് വൈകിട്ട് ഈവനിങ്ങിന് 6 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ഥലവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ നമുക്ക് ആവശ്യത്തിലേറെ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും ഇവിടെ. ഉണ്ടോ, ഇത് ഫുള്ള് ഡൈനോസറാണ്. നമുക്കിനി ഇതുവഴി മേളിലോട്ട് കയറാൻ പറ്റും കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു മേളിലെ ടോപ്പ് വ്യൂ എന്താണെന്ന് നോക്കട്ടെ. ഇവിടെ നമുക്ക് ഡൈനോസർ വെക്കുന്ന ബഹളമൊക്കെ കേൾക്കാം കേട്ടോ, സൗണ്ട്. ഇതിനകത്ത് എവിടെ ഉണ്ടോയെന്ന് തോന്നുന്നു ആള്. ഹായ്, വേർ ആർ യു? We are waiting here. ആശ നമ്മളടുത്ത് വരുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഈ ഗാർഡൻ്റെ ഒരു ഏകദേശം ലുക്ക് കാണാം കേട്ടോ.
നിങ്ങൾക്ക് എന്തായാലും ഇവിടെ കൂടി കുറേ ദൂരമൊക്കെ നടക്കാം. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം എന്താ പറയുക നടക്കാൻ പഠിച്ച് കുറേ പേര് ടീ ഷോപ്പിനകത്ത് കയറിയിരിക്കുകയാണ്. ഞാൻ എന്തായാലും അതുകൊണ്ട് വിചാരിച്ചു ഇവിടെ അത്രയൊന്നും നടന്നിട്ട് താഴോട്ട് പോകാമെന്ന് വെച്ചു. നമുക്കിവിടെ 15 മിനിറ്റ് നമുക്ക് ഇവിടെ ഇച്ചിരി സ്പെൻഡ് ചെയ്യാൻ ടൈമുള്ളൂ. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചു ഒരു ടീ ഒക്കെ കുടിക്കാമെന്ന് വെച്ചു. അടിപൊളിയാണ്. അത് ചെടി നട്ടിരിക്കുന്നുണ്ട്. എന്ത് രസമെന്ന് വെച്ചാൽ ഓരോ പാറക്കല്ലുകളുടെ ഇടയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഉരുളൻ കല്ലുകളൊക്കെ ഇട്ടിട്ട് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആരുടെയൊക്കെ തലയിൽ ഉദിച്ച ഭയങ്കരപരമായിട്ട് ഐഡിയാസാണ് കേട്ടോ ഇതെല്ലാം. അപ്പം നമ്മുടെ നാട്ടിലും ഇതേപോലെയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാർഡനൊക്കെ എന്താണ് ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിനോദസഞ്ചാരത്തിന് നമ്മളൊക്കെ എന്താ പല രാജ്യങ്ങളിലും പോയി നടക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തോട്ട് എന്ത് ചെയ്യും ഒരുപാട് പേര് വന്നെത്തും. നമ്മുടെ രാജ്യത്തില്ല എന്നല്ല, ഒത്തിരി സ്ഥലത്തുണ്ട് നല്ല നല്ല ഗാർഡൻസൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായിരിക്കും. ഈ ഏരിയ മൊത്തം എന്താ പറയുക വെറൈറ്റി സ്പീഷീസിലുള്ള ഡൈനോസറൊക്കെയാണ് കേട്ടോ. ഇവിടെ കണ്ടോ ചെറുതും വലുതുമായിട്ട് പല കളറിലൊക്കെ ഉള്ള കുറേ ഡൈനോസറിനെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. വെറൈറ്റിയാണ് ഇതത്ര ഫുൾ ഡൈനോസർ. ഏകദേശം 3000 ലേബേഴ്സ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തുമാത്രം പണി ഇവിടെ ഉണ്ടായിരിക്കും. 600 ഏക്കറിൽ 3000 പേരെ കൊണ്ട് പറ്റുമോ? അത്രയും തികയുമോ? കാരണം അതിന് ഈ ഗാർഡനിൽ വെള്ളം ഒഴിയണം, അതിൻ്റെ മെയിൻ്റനൻസ്, ഈ പുല്ലുകളുടെ ഇടയിലൊക്കെ ഉള്ള കളകളൊക്കെ പറിക്കണം. പറ്റുമോ? എനിക്കറിയില്ല. 3000 ഏകദേശമാണ് കണക്ക് പറഞ്ഞു കേട്ടോ. 3000 ലേബേഴ്സ് ഉണ്ടെന്നാണ് ഇവരുടെ അടുത്ത ഒരു കണക്ക് അവർ പറഞ്ഞത്. ഇനി അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് അറിഞ്ഞിരുന്നത്. ഇതിൻ്റെ മേളിലൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുണ്ട് കേട്ടോ. ഒത്തിരി നമുക്ക് നടക്കാനുണ്ട്. മുഖത്തൊന്ന് ചിരിക്കുക കേട്ടോ ഫോട്ടോസിന്. ഇവിടെ എന്താ പറയുക ഇതൊക്കെ ചൈനയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ പേരുണ്ട് കേട്ടോ. ഇതൊന്ന് ഫോട്ടോസൊക്കെ ഓരോരുത്തരും ഇങ്ങനെ എടുത്തിട്ടൊക്കെ നിൽക്കുക കേട്ടോ. ഓക്കെ അങ്ങനെ ഞാൻ സിമ്മ് പറഞ്ഞായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ സിമ്മ് നമ്മുടെ ഗൈഡ് ടാൻ എനിക്ക് കൊണ്ടു തന്നായിരുന്നു. ഓക്കെ ഓക്കെ അങ്ങനെ എനിക്ക് സിമ്മ് കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിമ്മിന് പാസ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ ഗൈഡ് നമുക്ക് വേണ്ടി എടുത്തു തന്നതാണ്. ഇത് 300 തായ് ബാത്താണ് കേട്ടോ. നമുക്ക് അവിടെയാണെന്നുണ്ടെങ്കിൽ 390 500 ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് നമുക്കിവിടെ നമ്മുടെ യൂണിയൻ ഗാർഡനിൽ വന്നപ്പോഴത്തേക്കും സിമ്മ് തന്നായിരുന്നു. നമ്മൾ പല സ്ഥലത്തും ഡൈനോസറിൻ്റെ ഫോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റാച്യൂസൊക്കെ കാണുന്നത് ഇപ്പോൾ തന്നെയാണ് കേട്ടോ. അതും 1 2 ഒന്നല്ല, എത്ര 100 കണക്കിന് എന്താ പറയുക ഡൈനോസറിൻ്റെ സ്റ്റാച്യൂസാണ് ഈ ഗാർഡനകത്ത് അവർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഓരോന്നിൻ്റെയും കഴുത്തിൻ്റെയൊക്കെ ലെന്തോ നമ്മുടെ ജുറാസിക് പാർക്കിനകത്ത് കണ്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇവിടെ ആണെങ്കിൽ കണ്ടോ ഇതാ ഒരു കുറേ ആമകളുടെ കഴുത്ത്, ഇത്രയും വലിയ കഴുത്തുണ്ടോ, അതിൻ്റെ മേളിലാണ് ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അതും കൊള്ളാമല്ലോ സംഭവം. ഇതെന്താ ഗൊറില്ലയാണോ ഇത്? ഇത് ഏതൊരു സിനിമയിലൊക്കെ ഇതുണ്ടല്ലോ സംഭവം. സിമോജ് ഇതിനകത്ത് കുറേ പഴയ വെഹിക്കിളൊക്കെ ഉണ്ട്. പഴയതല്ല, പുതിയതൊക്കെ തന്നെ ഉണ്ട്. അടിപൊളി ഓഫ് റോഡ് വെഹിക്കിൾസൊക്കെ. ഇവിടെ ഓഫ് റോഡൊക്കെ പോകുന്ന കുറേ വാഹനങ്ങളുണ്ട്. അടിപൊളി ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കയറട്ടെ കാറും ആളും എല്ലാം ആയിട്ട്.
അപ്പോൾ ന്യൂനൻസ് വില്ലേജിലെ അതായത് ന്യൂനൻസ് ഗാർഡനിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു പുതിയ തായ്ലൻഡിലെ പുതിയ വിശേഷവും പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ്.